ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു പൗർണമി എഫക്റ്റ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെയും പേഴ്സൻ്റെയും കറൻറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു എനർജീസിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഗൈഡൻസായി എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ നിങ്ങളുടെ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. എയ്റ്റ് ഓഫ് വാൻഡ്സ്, 3 of cups, hanged man, 4 of pentacles, devil, 7 of wands, page of pentacles, tower, 8 of swords, 5 of wands, 8 of cups, emperor, 9 of wands and 9 of swords. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള ഹേർട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതും കാണാം. ആ ഒരു ഹേർട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ ഫീലിങ്സിനകത്ത് കാണാം. അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും അത് ഓർക്കുമ്പോൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും മറക്കണം എന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ തികട്ടി വരിക എന്ന് പറയില്ല, എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും ഇത്. ഇപ്പോൾ ചിലവർക്ക് അവരുടെ ലൈഫിൽ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽസോ ഒക്കെ കോമൺ ആയിട്ട് ചിലപ്പോൾ ഇതിന് മുൻപും ആഘോഷിച്ചിട്ടുള്ളൊരു ടൈം ആയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണോടൊപ്പമുള്ള ഒരു സന്തോഷം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരോടൊന്ന് സംസാരിക്കാൻ, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനൊക്കെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മൾ പല കാർഡ്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നതായിട്ട് കാണാം. അതായത് കൂടുതൽ ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തിയിരിക്കുന്ന ആരുടെയൊക്കെ എനർജിയാണ്. ഇപ്പം നമ്മളിവിടെ കാണുന്ന പോലെ ഒരു കമ്മ്യൂണിക്കേഷനും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ജോയ്ഫുൾ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ നിയന്ത്രിച്ച് നിർത്തുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നലോ കാര്യങ്ങളോ ഒക്കെ മനസ്സിനകത്ത് വരുമ്പോൾ തന്നെ അതൊരു അതിര് കവിയാതെ നിങ്ങൾ തന്നെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഹേർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റിൽ നിന്നുള്ള ഹേർട്ട് അനുഭവിച്ചതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാലോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരുപാട് ശ്രമിച്ചവരായിരിക്കണം. ചില കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ഹേർട്ടായിരിക്കാം. അതൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ടെൻഷനോ അല്ലെങ്കിൽ പെയിനോ ഒക്കെ കൊണ്ടായിരിക്കാം കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് മാറിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം തീവ്രമായിട്ട് മനസ്സിനകത്തുണ്ട്. പക്ഷേ നടക്കുന്നില്ല. എവിടെ പോയി കഴിഞ്ഞാലും ചുറ്റിത്തിരിഞ്ഞ് ഇതിനകത്തൊക്കെ തന്നെ വരുന്ന ആ ഒരു എനർജി നമുക്ക് കാണാമെന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇതെനിക്ക് പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം
ഇതിനെക്കുറിച്ചുള്ളൊരു ചിന്താഗതികൾ പോലും വേണ്ട, അല്ലെങ്കിൽ ഓവറായിട്ടൊരു ഡീപ്പ് തിങ്കിങ് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അങ്ങനെ വിചാരിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ചിലപ്പോൾ ചിന്തകളും കയറി വരുന്നുണ്ടാവാം. കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് കാണാം. ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സണോട് ഭയങ്കരമായിട്ടുള്ളൊരു ഒബ്സഷൻ, അഡിക്ഷൻ ഒക്കെ ഉള്ളവരുടെ ഒരു എനർജിയും കൂടിയാണ്. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ അങ്ങനെ അത്രയും ഡീപ്പായിട്ടുള്ളൊരു ഇമോഷൻസ്, ഫീലിങ്സ് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ടായിട്ടും വളരെ കെയർഫുള്ളായിട്ട് അത് പുറത്ത് കാണിക്കാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കറൻലി ഒരു പക്ഷേ ഈ ഒരു പേഴ്സണോട് കോൺടാക്റ്റ് ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്നവരാണ്, ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അത് ഹൈഡ് ചെയ്തിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീവ്രമായിട്ടുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് ഇവരോടുണ്ട്, അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല വശങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കതൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു സേഫ് സോണിലാക്കാൻ, അല്ലെങ്കിൽ കൂടുതലൊരു ഹേർട്ട് ഉണ്ടാവുന്നതിൽ നിന്ന്, വിഷമം ഉണ്ടാവുന്നതിൽ നിന്ന് ഓടി ഒളിക്കാനൊക്കെ ശ്രമിക്കുന്ന ആ ഒരു എനർജിയും കൂടിയാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇപ്പോഴും അത് നിങ്ങൾക്ക് വിട്ട് പോരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ട്രോമയായിരിക്കാം, അല്ലെങ്കിൽ സഡനായിട്ട് ഉണ്ടായിട്ടുള്ള ചില നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ പോലും കഴിയാത്തവരുടെ ഒരു എനർജിയും കൂടിയാണ്. ഇനി ഇതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം, ഇതിനകത്തൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ? അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയോട് ഇത്രയധികം ഒരു അഡിക്ഷൻ വരുന്നു? ഞാൻ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് പോലും എന്തുകൊണ്ട് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പോലും ചിന്തിക്കുന്നുണ്ടാവും. അത്രയും ഒരു താല്പര്യവും അറ്റാച്ച്മെൻറ്റും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റക്നെസ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പറ്റുന്നില്ല എന്നുള്ള ഒരു സംഗതി നമുക്ക് തീർച്ചയായിട്ടും കാണാം. വളരെയധികം ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവരുടെ ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പുറമെ വളരെ സ്ട്രോങ് ആയിട്ടും വലിയൊരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു പേഴ്സണോട് ഇല്ലാത്തതായിട്ടും ഒക്കെ കാണിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഉള്ളിൽ ഇതുപോലെയുള്ള വലിയൊരു കടലുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള സംഗതി മനസ്സിനകത്ത് കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഫീലിങ്സിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ നിങ്ങളെ പിടിച്ച് സ്റ്റക്കാക്കി നിർത്തുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ അവരോട് ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനായിരിക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ചിലപ്പോൾ സെലിബ്രേഷൻസോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ നിൽക്കുന്നൊരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് ഇതൊക്കെ വളരെ കാര്യമായിട്ട് ആഘോഷിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതേ ഒരു തീവ്രതയോടു കൂടി ഇതൊക്കെ വീണ്ടും ആഘോഷിക്കാനും സംസാരിക്കാനും ഒക്കെ കൊതിക്കുന്നുണ്ടാവാം. പക്ഷേ ഇതൊന്നും കാണിക്കാനായിട്ട് പറ്റുന്നുമില്ല. മനഃപൂർവ്വമായിട്ട് നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയിലൂടെ ആ ഒരു പോകുന്ന ഒരു എനർജിയും കൂടിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴും ആ ഒരു വൂണ്ടഡ് വാരിയർ എനർജിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഹേർട്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എനർജി ഡ്രെയിൻഡ് ആയി പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വേദനയും താങ്ങി നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എന്നാൽ ക്വിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. ആ ഒരു മാനസികാവസ്ഥയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കറൻറ്റ്ലി ഒരുപാടൊരു മാനസിക ബുദ്ധിമുട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടാതെ, മനസ്സിനകത്തൊരു സ്വസ്ഥത കിട്ടാത്ത ആരുടെയൊക്കെ എനർജിയാണ്. ചിലപ്പോൾ ഉറക്കം പോലും ശരിയാവുന്നുണ്ടാവില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പെയിൻ ഉണ്ട്. ഇതൊക്കെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് ഹീലാവണമെന്ന് സ്വയം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലവിധ ചിന്തകൾ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതും നമുക്കിവിടെ കോമൺ ആയിട്ട് കാണാം. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഹേർട്ട് മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും പോവാതെ, അല്ലെങ്കിൽ അതൊരു ട്രോമ പോലെ കിടക്കുന്ന വ്യക്തികളുടെ എനർജിയും കൂടിയാണ്. ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ ഒരു പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു ട്രാക്കിലായിരിക്കണം എന്നില്ല ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇതൊക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു പേടി, അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി, ഫിയർ ഒക്കെ ആലോചിക്കുമ്പോൾ അതുമുണ്ട്. അപ്പോൾ ഒരു വശത്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലായിട്ട് അഡിക്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിനതിന് കഴിയുന്നില്ല, ആ ഒരു നിയന്ത്രണം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആരുടെയൊക്കെ എനർജിയൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയാണ് ഇതെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി, ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് എന്നുള്ളത് നോക്കാം.
Nine of Pentacles, Page of Cups, Four of Pentacles, Knight of Wands, Eight of Cups, High Priestess, Hermit, Knight of Swords, Queen of Cups, King of Cups, and energies on Six of Cups, Seven of Cups, King of Wands, Hanged Man, Eight of Wands, Wheel of Fortune, and World. ഇനി നമ്മൾ ഈ ഒരു പേഴ്സണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മെച്ചുവറായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ഒരു മെച്യൂരിറ്റി കീപ്പപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുപോലെ ഡീപ്പായിട്ടുള്ള കമ്മിറ്റഡ് ആയിരുന്ന റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിനകത്ത് വളരെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ ഡെപ്ത് നിങ്ങളോട് കാത്തു സൂക്ഷിക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും എന്നാൽ അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ എപ്പോഴും മനസ്സിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു എനർജി, അതും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ്, ആ ഒരു മെമ്മറീസൊക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതവരെപ്പോഴും ഓർക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നോ കോൺടാക്റ്റിൽ കൂടെ പോകുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ അങ്ങനെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങും കൂടിയാണ്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് ഒരുപാട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് എലമെൻറ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ അവർ വളരെ ഡ്രീമിയുമാണ്. ഈ എനർജീസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഒരുപാടൊരു സ്വപ്നം കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അവർക്ക് ചില പ്ലാനിങ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ദിവാസ്വപ്നം കാണുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തിച്ച് കാട് കയറുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു മെച്യൂറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മെച്യൂരിറ്റി കീപ്പപ്പ് ചെയ്ത് അവരുടെ ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എന്താണോ അവരുടെ മനസ്സിനകത്തുള്ളത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു പ്ലാനിങ്, ഇതൊന്നും അവർ ഇപ്പോൾ പറയുന്നില്ല, അല്ലെങ്കിൽ തൽക്കാലം നിശബ്ദമായിട്ടിരിക്കുക എന്ന് നമ്മൾ പറയുന്ന പോലത്തെ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാം. എങ്കിൽ കൂടിയും അവരുടെ മൈൻഡിൽ ആ ഒരു പുഷ് ആൻഡ് പുള്ള് നല്ലതുപോലെ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ ആ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ വന്നിട്ടുള്ള ചില എനർജീസ് നമുക്കിവിടെയും റിപ്പീറ്റായിട്ട് കാണാം. ഒരുപാട് സാമ്യമൊന്നുമില്ല, രണ്ടും രണ്ട് തരത്തിലാണ്. രണ്ടു പേർക്കും ആ ഒരു മിസ്സിംഗ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു മിസ്സിംഗ് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ വലിയൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാതെ ഇരിക്കുന്നതിൻ്റെ റീസണും കാര്യങ്ങളും വേറെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അങ്ങനെയുള്ള ഒരു പ്രതിരോധം എന്നിവരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. പ്രതിരോധമായിട്ടിരിക്കില്ല. അവരുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങളോട് വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ കാണാൻ കഴിയുന്നത്. എങ്കിലും ആ ഒരു സിമിലാരിറ്റി ചില കാര്യങ്ങളിൽ രണ്ടുപേരിലും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പൊസസീവാണ് ഈ ഒരു പേഴ്സൺ. ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാനോ ഇപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഓർക്കാതിരിക്കുന്ന ഒരു പേഴ്സണോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ പറഞ്ഞതുപോലെ ഒരു മനസ്സിനകത്ത് അവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. നിങ്ങളോട് തീവ്രമായിട്ടുള്ളൊരു പാഷൻ, അതും ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ബോൾഡ് മൂവ് ഇപ്പം തന്നെ എടുക്കാം, വെയിറ്റ് ചെയ്യണ്ട എന്നൊക്കെയുള്ളൊരു ചിന്താഗതി പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ അവരുടെ ഒരു പക്വമായ ചിന്താഗതികൾ കൊണ്ട് അവരത് അടക്കി വെച്ചിരിക്കുന്നു, നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങളിൽ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നില്ല, പ്രത്യക്ഷത്തിൽ യാതൊരു കണക്ഷനും ഇല്ലാത്ത പോലെയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്തുണ്ട് എന്നുള്ള തരത്തിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനകത്ത് നമുക്കത് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഓവറായിട്ടുള്ള ആ ഒരു തോന്നൽ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ കാര്യത്തിലും പറഞ്ഞ ആ ഒരു പോയിന്റ് രണ്ടുപേരിലും സിമിലറാണ്.
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് 2 പേർക്കും തോന്നുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം എന്നുള്ളൊരു കാര്യം. അത് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ കൂടി കൊണ്ടാണോ എന്ന് അറിയില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു തരത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ആഗ്രഹം കൺട്രോൾ ചെയ്യുന്നത് വേറൊരു തരത്തിലായിട്ട് നമുക്ക് കാണാമെന്നുള്ളതാണ്. ഒരു പക്ഷേ അവരുടെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിലോ അല്ലെങ്കിൽ അവരുടെ ചുറ്റും സറൗണ്ടിങ്സിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ ആ, ഒരു ലിമിറ്റ് ചെയ്ത് അവർ തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സണെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് ആ, ഉള്ള ആ ഒരു കേപ്പബിലിറ്റി ആ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു തീവ്രമായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ അതവർ നിങ്ങളെ അറിയിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് ആയിക്കോട്ടെ, നമ്മളോട് പറഞ്ഞു അവരൊരു വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതൊന്നും അവർ പുറമേ ഇപ്പോൾ നിങ്ങളെ അറിയിക്കാതെ അവരുടെ മനസ്സിനകത്ത് തന്നെ സൂക്ഷിക്കുന്ന ഒരു എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കും അറിയാമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്താണ് അവരുടെ പ്രശ്നം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ആ ഒരു ഷെല്ലിനകത്ത് ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ തരുന്നുണ്ടാവില്ല. അവരുടേതായിട്ടുള്ള ആ ഒരു സ്പേസിൽ ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് സ്വയം ഉൾവലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിട്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം ഹിഡൻ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയാണ്. പക്ഷേ പുറമേ നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ അവരിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നിനകത്തും ഇടപെടാതെ ആ ഒരു സൈലൻ്റ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സൈലൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം ചിലപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ അത്തരത്തിലിരിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഇമോഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യമായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടുള്ള ആ ഒരു വ്യക്തി തന്നെയാണ്. അതിനൊന്നും അവർക്ക് യാതൊരു കുറവും ഇല്ല എന്ന് മാത്രമല്ല അവർ നല്ലപോലെ സ്നേഹം നിങ്ങളോടുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെയും കാണാം. ആ ഒരു കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കപ്പിൾ എനർജിയൊക്കെയാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു റൈറ്റ് പാർട്ട്ണറായിട്ട് ഒക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അല്ലെങ്കിൽ അത്രയും ഒരു ആത്മബന്ധം നിങ്ങളോടുണ്ട്. അതിന് പകരം വെക്കാനായിട്ട് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ മറ്റാരും ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ അവരായിട്ട് തന്നെ ഒരു പോസ്റ്റ് ഇടുന്നു. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അവരുടെ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം നിയന്ത്രിക്കുന്നു. നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അങ്ങനെ ഭയങ്കര പാനിക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ നമ്മൾ കുറച്ചൊരു പാനിക്കാണ്, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ട്, പാസ്റ്റിലുള്ള ഹേർട്ടിലുള്ള ഒരു പ്രഷറുണ്ട്, ആ ഒരു ട്രോമയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഇവർ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ കുറച്ചൊരു മെച്യൂറായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റേതെന്ന് പറയുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊന്നും പെട്ടെന്ന് അങ്ങനെ കുലുങ്ങാത്തൊരു പേഴ്സണായിരിക്കും. പെട്ടെന്നൊന്നും അവരെ തകർക്കാനായിട്ട് പറ്റാത്ത തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കാം. എല്ലാം ധൈര്യത്തോടെ ഫേസ് ചെയ്യുന്നൊരു പേഴ്സണായിരിക്കും. അപ്പോൾ വളരെയധികം സംയമനത്തോടു കൂടി മാറി നിന്ന് നിങ്ങളെ നോക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ആ ഒരു ഇമോഷൻസ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലും അവർ കാണിക്കുന്നില്ല. ആ ഒരു ഇമോഷൻസ് വരെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാം. അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ട് നിൽക്കുന്നു എന്നൊക്കെ ആയിരിക്കാം പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്തും നമ്മൾ പറഞ്ഞതുപോലെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഓടി വരാനുള്ള ആ ഒരു ഏർജ് നമ്മൾ ഫീലിങ്സ് നോക്കുമ്പോൾ അതും അവരിൽ നല്ലതുപോലെ കാണുന്നുണ്ട്. പക്ഷെ അതവർ മനഃപൂർവ്വമായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പോസ് അവർ തന്നെ അവർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള സമയം ആയിട്ടില്ല, വെയിറ്റ് എന്നുള്ള ആ ഒരു എനർജി അവർ തന്നെ അവരിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈമുണ്ട്. ആ ഒരു റൈറ്റ് ടൈം വരട്ടെ, ഞാനപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളൊരു ആഹ്, തീരുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഇമോഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവരുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ശേഷമായിരിക്കാം നിങ്ങളിലേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വെറുതെ ഒരു പ്രതീക്ഷ തരണ്ട. ഈ ഒരു രീതിയിൽ ഇരിക്കട്ടെ. ഞാൻ വരുമ്പോൾ ആ ഒരു സെൻസിൽ തന്നെ വരാം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തിൻ്റെയോ ഒരു ക്ലോഷറിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന് ശേഷമായിരിക്കാം വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള നിലക്കോ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു റൈറ്റ് ടൈം അതിനായിട്ട് ആ ഒരു പേഴ്സൺ ഇരിക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങളുടെ ഒരു ക്ലോഷറിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് ഇവരിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആത്മീകമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആത്മബന്ധം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ്.
ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെയും പേഴ്സൻ്റെയും 2 എനർജീസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഒന്ന് സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാം. പേഴ്സൺ ആ ഒരു സൈലൻസിന് ഒരു പർപ്പസ് ഉണ്ട്. അല്ലെങ്കിൽ അവരൊരു കാര്യം വിചാരിച്ചിട്ടാണ് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം അറിയണ്ട എന്നുള്ള രീതിയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ട്രോങ് ബോണ്ടിംഗ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. അത് നിങ്ങളിലേക്ക് രണ്ടുപേരും പുറമേ അത് വർക്കായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലിയേഷൻ ആയിട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.